ഷെല്ലി കറക്റ്റ് ആയിട്ട് കിട്ടിയോ? സ്ട്രാറ്റജി കറക്റ്റ് ആയിട്ട് കിട്ടിയോ? എനിക്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ നമ്മളൊരു ഇത് പറഞ്ഞിരുന്നു. ഞാൻ അതനുസരിച്ചാണ് എടുത്തത്. ആ സപ്പോർട്ടിൽ നിന്ന് ഇന്നലെ സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ? സപ്പോർട്ട് ഞാൻ ബൈയാണ് ചെയ്തത്. വയ്യ ചെയ്തല്ലേ ഇതല്ലേ? അതല്ല അവിടെ തന്നെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇന്നലെ ഞാൻ വീക്കിലി അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത് അതല്ലായിരുന്നു. എത്ര റൺ ചെയ്തത്? ഓൾമോസ്റ്റ് ഒരു 0.1 ഒരു 10 ദിവസത്തോളം പോയി. 10 ദിവസോ? 10അല്ലല്ലോ. 10 സോറി $100 ഉണ്ടായി. 10 എടുത്ത്. അപ്പൊ 100 രൂപ കിട്ടി. 100 രൂപ കിട്ടിയത്. ഓക്കെ 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 ഓക്കെ. 100 രൂപ കിട്ടിയിട്ടുണ്ട്. വേറെ ആരാ ഇപ്പോ ആകെ 4 പേരെ കൈവന്നിച്ചിട്ടുള്ളൂ പ്രോഫിറ്റ് എന്നുള്ള? നിങ്ങളോടൊക്കെ മനുഷ്യന്മാരെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ട്രെൻഡ് ലൈൻ സെറ്റപ്പ് സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പറഞ്ഞു തന്നില്ലേ ഡെറിൻ ചോദിച്ച സമയത്ത്? പിന്നെന്താ എടുക്കാഞ്ഞത്? മിനിമം അത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് വന്ന ഏരിയ ആണത്. നിങ്ങളോടൊക്കെ കറക്റ്റ്. അതിന്റെ ഒപ്പം റെസിസ്റ്റൻസ് ഉണ്ടോന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. വെൽനസ് സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു. മിനിമം നിങ്ങൾക്ക് ഈ ലോ പിടിക്കുകയാണെങ്കിൽ തന്നെ അത് കറക്റ്റ് വരികയാണെങ്കിൽ കിട്ടിയേനെ. എത്ര അത് കണ്ട 70 പിപ്സോളം കിട്ടുന്ന ട്രേഡാണത്. എന്നിട്ട് നിങ്ങൾ ഒരാളും 70 മിനിമം ഈ ഒരു ഇത് കേട്ടോ 70 പിപ്പ് 75 പിപ്പ് കിട്ടുന്ന ട്രേഡായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞിരുന്നത് എന്താണ്, നമുക്ക് അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ട്രെൻഡിന് അഗേൻസ്റ്റ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഡെറിൻ അല്ലെ? അത് സാർ ഇപ്പൊ ട്രെൻഡിന് അഗേൻസ്റ്റ് വരച്ചതിന്റെ അവിടെ അങ്ങോട്ട് ആ ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നടന്നില്ല. ആ റീടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തിനീ മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കാൻ വെച്ചെന്നറിയാം. ഞാൻ ഇന്നും കാലത്ത് എഴുതി കാണിച്ചത് വരച്ച് കാണിച്ചതില്ലേ? എന്തിനാണ് മാർക്കറ്റ് സ്ട്രക്ചർ പഠിക്കാൻ പറയുന്നത്? കണ്ടില്ലേ? ഇതിപ്പോ കാരണം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഇതൊരു നല്ല സൂപ്പർ റെസിസ്റ്റൻസ് ആണ് അല്ലെ? ഇതൊരു സൂപ്പർ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ഇതിപ്പോ ആദ്യത്തെ തവണ വന്നിട്ട് ടച്ച് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി, രണ്ടാമത്തെ ന്യൂസ് ടൈമിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ടാർഗറ്റ് എത്തി. ഇന്നിപ്പോ അനാലിസിസിൽ പറഞ്ഞ അതേ ട്രേഡ് ഉള്ളത്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കറക്റ്റ് ഏരിയ പറഞ്ഞിട്ടല്ലേ? ഞാൻ 15 മിനിറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു സമയത്ത് 5 മിനിറ്റിന് പറഞ്ഞിട്ടുണ്ടായി. കറക്റ്റ് ട്രേഡ് ആണത്. അതിൽ തന്നെ നമുക്ക് എത്ര പിപ്പ് കിട്ടിയിട്ടുണ്ട്? അതിൽ നമുക്ക് 150 പിപ്പ് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ആ ട്രേഡ് എടുക്കുകയാണെങ്കിൽ 150 പിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ന്യൂസ് ടൈമിലുള്ള ട്രേഡ് ആയിരുന്നു. പക്ഷെ ഈവൻ അത് 150 പിപ്പോളം നമ്മൾ പറഞ്ഞ രീതിയിലാണ് 150 പിപ്പ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞ അവിടെ എന്താണ് ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിയും കൂടി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണത്? അതിന്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കൊറേ നോക്കുമ്പോ അത് മുകളിലേക്ക് പോയപ്പോഴാണ് ഞാൻ ക്ലോസ്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തന്നെ. അത് കൊറേ ഇതായിട്ടാണ് എടുത്തായിരുന്നു. വല്ല റോങ് ഉണ്ടെങ്കിൽ പറയല്ലോ. പക്ഷെ അത് ക്ലോസ് ചെയ്തപ്പോ തന്നെ ഞാൻ എടുത്ത ട്രേഡ് ആയിരുന്നു. ലേറ്റ് എൻട്രി ആയിരുന്നു. കുറച്ച് ലേറ്റ് എൻട്രി ആയിരുന്നു. രണ്ടാമത്തെ റിവേഴ്സ് വന്നില്ലേ? റിവേഴ്സ് വന്നപ്പോഴാണ് ഞാനത് എടുത്തത്. അതുകൊണ്ടാണ് ഞാനത് ആദ്യം പോസ്റ്റ് ചെയ്യാൻ. ഞാൻ അപ്പന്നെ പോസ്റ്റ് സാധാരണ ഞാൻ എല്ലാവരും പോസ്റ്റ് ചെയ്തിരുന്നത്. പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത് അത് ലേറ്റ് എൻട്രി രണ്ടാമത്തെ. അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ വേറെ അതിൽ കൂട്ടിയെടുത്തു 2 ട്രേഡ്. അതുകൊണ്ടാണ് ലോസ് ആയത്. അല്ല, ഇത് നല്ല അത്യാവശ്യം വലിയൊരു ട്രേഡ് ആയിരുന്നു അത്. നമുക്ക് നോക്കിയാൽ കാണാത് 15 മിനിറ്റ്സിന് നല്ലൊരു റൺ ലൈനാണ് അത്. കണ്ടില്ലേ? മാർക്കറ്റ് റൺ ലൈനുമാണ്. അപ്പോ അത്യാവശ്യം നല്ലൊരു ട്രേഡ് ആയിരുന്നു. അപ്രോച്ച് ചെയ്യുന്ന ഇതൊക്കെ ഡെറിൻ തന്നെയാണ് എന്നോട് ചോദിച്ചത്. റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ്. അപ്പൊ ആ ഏരിയക്ക് അപ്രോച്ച് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു. എനിവേ അതവിടെ നിൽക്കട്ടെ. പറഞ്ഞ മനസ്സിലായല്ലോ? കാരണം നിങ്ങൾ എപ്പോഴും നോക്കണം, ഹയർ ടൈം ഫ്രെയിമിന്റെ ട്രെൻഡ് നോക്കണം. ഇന്നിപ്പത്തെ കുറെ ലോസ് വന്നിരിക്കുന്നത് ഞാൻ പിക്ചേഴ്സ് അധികം ഞാൻ പിക്ക് ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല തലവേദന ഉണ്ട് എനിക്ക്. 2-3 ഞാൻ പിക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത്. ഫെയിലറിന്റെ 2 ദിവസത്തിനുള്ളിൽ ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ എനിക്ക് കൂടുതൽ സമയം ഇരിക്കാൻ പറ്റും. ഇന്ന് മോർണിംഗിൽ എല്ലാവരും കണ്ടിരുന്നാണല്ലോ അല്ലെ? അനാലിസിസ് കണ്ടതാണല്ലോ അല്ലെ? സെയിം ട്രേഡ് ആണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. മോർണിംഗിൽ അനാലിസിസ് പറഞ്ഞു വേണമെങ്കിൽ ഒന്നുകൂടി എടുത്തു നോക്കിക്കോ. ഞാൻ കാണിച്ചെന്ന സെയിം ട്രേഡ് ആണ്, സെയിം ഏരിയ എന്നാണ് വന്നിരിക്കുന്നത് കാലത്ത് പറഞ്ഞത്. പക്ഷെ ഇതൊരു ന്യൂസ് ടൈമിലുള്ള ക്യാൻഡിൽ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അവകാശപ്പെടാനൊന്നും പറ്റില്ല. എന്നാലും ആ ഏരിയയിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട്. 150ഓളം പിപ്സ് ഇറങ്ങി പോന്നിട്ടുണ്ട്. എല്ലാവരോടും അതാണ് പറയുന്നത്. അനാലിസിസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഡയറക്ഷൻ ഒരു ഇതെല്ലാം പിടുത്തം കിട്ടും. ഇതെല്ലാം നമ്മളുടെ ഓക്കെ ആവാറുണ്ട്. ചില ദിവസങ്ങളിൽ ഓക്കെ അല്ലാതെ ഇരുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല 100% എന്ന് ഓക്കെ ആണെന്ന് പറയാൻ പറ്റില്ല. ചില ദിവസങ്ങളിൽ ഓക്കെ അല്ലാതെ ഇരിക്കുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അനാലിസിസ് കാണുന്ന സമയത്ത് നമ്മുടെ ഓക്കെ ആണ് ഒരു 80% ഓക്കെ ആവുന്ന അനാലിസിസുകളാണ് മിക്കതും. 20% പാളിപ്പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡയറക്ഷൻ കിട്ടും. ഡയറക്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഡയറക്ഷനിൽ മാത്രം എൻട്രി പ്ലാൻ ചെയ്താൽ മതി. കൗണ്ടർ ട്രെൻഡുകൾ എടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എടുത്തോളൂ. പക്ഷെ കൗണ്ടർ ട്രെൻഡ് എടുക്കുമ്പോൾ അത്രയും സൂക്ഷിച്ച് നമ്മൾ എടുക്കണം എന്ന് മാത്രം. ഇന്ന് എനിക്കറിയാം, ഇന്നിപ്പോ സിനാൻ ആദ്യമേ വരച്ചു വെച്ച സംഭവം എന്തായിരുന്നു? സിനാൻ കണ്ടിട്ടില്ല സത്യത്തില്. എന്നിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞു എന്താണ് ഞാൻ അവിടെ മുകളിൽ കണ്ടു എന്നിട്ടാണ് കൗണ്ടർ ട്രെൻഡ് വരച്ചതെന്ന്. അല്ലെ? കണ്ടിട്ടില്ലല്ലോ?
ഡെറിൻ ചോദിക്കുമ്പോഴാണ് കണ്ടത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് സിനാനെ കണ്ടത്. എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് കൗണ്ടർ ട്രെൻഡ് ഇട്ടു എന്ന് പറഞ്ഞത്. എവിടെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഇടുവോ? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഇടുന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പൊ അനാലിസിസ് ഇത് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ ഒരു കൺസെപ്റ്റിൽ ഇനിയും താഴോട്ടേക്ക് തന്നെ വരണം. താഴോട്ടേക്ക് വരുന്നത് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുണ്ട്. ഞാൻ കാലത്ത് അനാലിസിസിൽ പറഞ്ഞ പോലെ സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി അനാലിസിസ് കാണാം. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. ഓക്കെ കാണാം. മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്ത ഹൈന്റെയും ലോയിന്റെ ഉള്ളിലാണ് ഇപ്പോഴും മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹൈന്റെയും ലോയിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് കളിച്ചിരുന്നത്. ട്രേഡ് മുഴുവൻ നടന്നിരിക്കുന്നത് എന്താണ്? ഒരു കൺസോളേഷൻ ലെവലാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും നമുക്ക് ന്യൂസ് ടൈമിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. നാളെയും സെയിം ന്യൂസ് ഉണ്ട് കേട്ടോ. ഇതേ ന്യൂസ് നാളെയും സെയിം ന്യൂസ് ഉണ്ട്. നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ന്യൂസ് ടൈമിലാണ് നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടിയത്. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ട്രേഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അനാലിസിസിൽ ഞാൻ കുറച്ച് പിക്ചർ, ഒരു 4-5 പിക്ചർ ഞാൻ പിക്ക് ചെയ്യുള്ളൂ. കൂടുതൽ ഞാൻ എടുക്കില്ല. അതിന് സ്നാപ്ഷോട്ട് എടുക്കുള്ളൂ. ഒന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഒരു 3-4 പിക്ചർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, നാളെ മറ്റന്നാളായിട്ട് നമുക്ക് നോക്കാം. വില്യം ഇരിക്കുന്നില്ല ഇവിടെ? ഉണ്ട് സാർ. ഇത്രയും വലിയ മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എന്താണ് സാറ് ഞാൻ നോക്കിയപ്പോ ബൗൺസ് ആയി അവിടുന്ന്, അതുകൊണ്ടാണ് അങ്ങനെ ഇതിട്ടത്. ഇത്രയും വലിയ മൂവ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗുഡ്സിന്റെ നേരെ എന്താ പറയാ, നമ്മൾ ഗുഡ്സ് ട്രെയിനിൽ പോയി തലവയ്ക്കാന്ന് പറയില്ലേ, അതിലൊക്കെ എന്നിട്ടാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത്രയും വലിയ വന്നിട്ട് അവിടെ വെക്കുന്നത്. ഒരു മിനിമം കോമൺ സെൻസ് എങ്കിലും ഒന്ന് പ്രൈസ് ആക്ഷൻ ഉണ്ടാവും. ഒരു കോമൺ സെൻസ് എങ്കിലും വെയിറ്റ് ചെയ്യണ്ടേ? പ്രത്യേകിച്ച് ന്യൂസ് ടൈമിലൊക്കെ അങ്ങനെ വന്നിട്ട് ഇടണമെങ്കിൽ. ഇതിനൊന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ടൈമിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. ന്യൂസ് ടൈമിൽ ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, പ്രൈസ് ആക്ഷൻ തന്നതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ലേ? പറഞ്ഞില്ലേ? എന്നിട്ടൊന്നും അത് ഞാനിപ്പോ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് കേട്ടോ. ഈ ആ സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജി ഇതുപോലെ പ്രൈസ് ആക്ഷൻ ന്യൂസ് ടൈമിലൊന്നും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കരുത്. കാരണം രണ്ട് സൈഡിലേക്ക് നല്ല മൂവ്മെന്റ് കിട്ടും. സ്റ്റോപ്പ് ലോസ് ഡെഫിനറ്റ്ലി അടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതിപ്പോ എന്താ ഉണ്ടായത്? ഇത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നു, ഇതും ബ്രേക്ക് ചെയ്തിട്ട് ലോയും ബ്രേക്ക് ചെയ്തില്ല. ഇപ്പോ എന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, SL അടിച്ചിട്ടുണ്ട്. അപ്പൊ വെറുതെ പോയിട്ട് SL അടിക്കാൻ നിൽക്കരുത്. ഇതിനൊക്കെ നമ്മൾ പറയുന്നതാണ്, പണ്ട് പറയില്ലേ സൂര്യനെടുത്തിട്ട് അടിക്കണം എന്ന് പറയില്ലേ, അങ്ങനത്തെ പരിപാടിയാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ന്യൂസ് ടൈമില് പറഞ്ഞിട്ടും അത് പോയി എടുക്കാന്ന് പറഞ്ഞ കാര്യം സമ്മതിക്കാൻ പറ്റില്ല. അന്യത്യപരമായിരുന്നില്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ നിൽക്കരുതല്ലോ. നമ്മുടെ സ്ട്രാറ്റജി എല്ലാ സമയത്തും ഞാൻ പറഞ്ഞു മാറി നിൽക്കാന്ന് പറഞ്ഞതാണ്. മനസ്സിലായി? പിന്നെ ഇതെന്ത് ബേസിലെടുത്തത്? ഇതിലെവിടെ ടച്ച് വന്നിരിക്കുന്ന എവിടെ? ഇതിന് ബ്രേക്ക് ചെയ്തൊരു റിയാക്ഷൻ കാൻഡിൽ ക്ലോസ് അതിന്റെ മുകളില് ഇല്ല. പിന്നെ എന്തിനെടുത്തത്? ഞാൻ വിചാരിച്ചു ന്യൂസിന്റെ ഒരു റിയാക്ഷനിൽ അർത്ഥം കൂടി മിറ്റിഗേഷൻ ചിലപ്പോ സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ വേണ്ടി പൊന്താറില്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നതാണെങ്കിലും നമ്മളെ സെറ്റപ്പ് റെഡി ആവാതെ സംഭവം ചെയ്യരുത്. സെറ്റപ്പ് ക്ലിയർ ആവാതെ ചെയ്യരുത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന സെറ്റപ്പ് ക്ലിയർ ആവാതെ ചെയ്യരുത്. ഇത് സെറ്റപ്പ് ഇത് ഒന്നാമത്തെ എടുത്തു എന്ന് വിചാരിച്ചോ, ഓക്കെ. രണ്ടാമത്തെ എടുത്തു എന്ന് വിചാരിച്ചോ, ഓക്കെ. മൂന്നാമത്തെ ആണെങ്കിൽ എന്തായിരിക്കണം? മൂന്നാമത്തെ ഇതിന് ക്ലോസ് ചെയ്യണ്ടേ? ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണ്ടേ? വേണം. ക്ലോസ് ചെയ്തില്ലല്ലോ. ഇല്ല. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ക്ലോസ് ചെയ്ത് എടുക്കണം. ക്യാൻഡില് റിജക്ഷൻ എടുക്കരുത്, ക്ലോസ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ്? ക്ലോസ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ. ഞാൻ അടുത്ത് നോക്കാം. അജയ് ഘോഷിന്റെ പ്രത്യേകത എന്ത് പറ്റിയിരിക്കുന്നത്? അജയ് ഘോഷ് ഞാൻ പറഞ്ഞുതരാം. SL അടിച്ചു വരണം വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ലാസ്റ്റ് SL അടിച്ച കാര്യമാണത്. അവിടുന്നാണ് താഴ്ചക്ക് ഇറങ്ങി വന്നത്. ഇത് TP അടിച്ചിരുന്നു, കണ്ടിരുന്നോ? ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് TP അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം? ഹയർ ടൈം ഫ്രെയിം ഉണ്ട് അതിന്റെ മുകളിൽ. ഇത് കറക്റ്റ് ഇതിൽ നിന്നാണ് ഇറങ്ങി പോകുന്നത്. ഇതിന്റെ മുകളിലുള്ള ഇതിന്റെ മുകളില് ഇതിന് 50 മിനിറ്റ്സിന്റെ ട്രെൻഡ് ലൈൻ ഉണ്ട് അവിടെ. ഞാനത് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് ചെറിയൊരു സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് സ്കാൽപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഇപ്പൊ ഞാൻ എടുത്തത് തരണം. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഹയർ ടൈം ഫ്രെയിം ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഹയർ ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. മനസ്സിലായോ? ഹയർ ടൈം ഫ്രെയിമിന് വേണ്ടി നിൽക്കുക. ഇത് എല്ലാവരോടും കൂടി ഞാൻ പറയുന്നത്. ഹയർ ടൈം ഫ്രെയിം ഉണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിന് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റിൽ എടുത്തോ, പ്രശ്നമല്ല. പക്ഷെ 1 മിനിറ്റിൽ എടുക്കുന്നേക്കാളും മുന്നേ ഒരു 3 മിനിറ്റ്സിൽ 5 മിനിറ്റ്സിൽ 15 മിനിറ്റ്സിലൊക്കെ ട്രെൻഡ് ലൈൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അടുത്ത് വരുന്ന വല്ലതും ഉണ്ടെങ്കിൽ അത് വരച്ചു വെക്കുക. മനസ്സിലായോ? ഇത് ഞാൻ വേറൊരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ ഇതില്
1.5 താഴെയാവും. ഞാൻ അത് കുറച്ചുകൂടി കയറ്റി വെച്ചാ. ഇനി ഞാൻ വില്യമിനോട് പറഞ്ഞ കാര്യം അതവിടെ നോട്ടെ, അതെനിക്ക് മനസ്സിലായി. വില്യമിനോട് പറഞ്ഞൊരു കാര്യം, എവിടെ ഇതിന്റെ ലോ എവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? മോളില് നോക്കി സാർ, മോളില് എവിടെ മുകളിൽ ബ്രേക്ക് ചെയ്തിരിക്കണം? ഒന്നാമത്തതില് രണ്ടാമത്തെ എവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? അതൊരു മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞ പോലെ രാമന്റെ ആരോ സീതാന്ന് വെച്ച അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോ. എല്ലാവരും ഇപ്പൊ നിങ്ങൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ എന്തും പറഞ്ഞു തന്നിട്ട് എവിടെ ഇതിന്റെ ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്? ഇത് ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ക്ലോസ് ചെയ്ത് പറഞ്ഞേക്കണം. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്തില്ലേ നിങ്ങൾ നോക്കും. ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ബോഡി ക്ലോസ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ 1 or 2 ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്യണം എന്നുള്ളത്. ബോഡി ക്ലോസ് ചെയ്തില്ലല്ലോ. ഇപ്പൊ എല്ലാവരോടും കൂടി പറയുന്ന കേട്ടോ. ഇതെല്ലാം അറിയുന്ന ആളുകളോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞാൻ ഫെയിലിയർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ. ശരത്ത് ഉണ്ടല്ലോ അല്ലെ ഇവിടെ? ശരത്തിന്റെ കിട്ടിയിട്ടുണ്ട്. ഹരികൃഷ്ണൻ. ഓക്കെ, വെരി ഗുഡ്. ഹരികൃഷ്ണൻ ഉണ്ടോ അവിടെ? ഇതിലെന്താ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? എസ് എല്ലിന്റെ എന്തോ ഒരു ചെറിയ ഡൗട്ട് വന്നു സാർ. സ്ലോപ്പ് ലോസ് എവിടെ വെക്കണം എന്നൊരു ചെറിയ ഡൗട്ട് വന്നു. അല്ല, സ്റ്റോപ്പ് ലോസിന്റെ അല്ല അത്. ഹരികൃഷ്ണന് അതിന് സെറ്റപ്പ് കിട്ടിയതല്ലേ, സ്ട്രാറ്റജി കിട്ടിയതല്ലേ? ഇല്ല, കിട്ടിയിട്ടുണ്ടോ? ഇല്ല സാർ, ഫുള്ളായിട്ട് ഇല്ല. ഓക്കെ. അപ്പൊ ഞാനത് പറയുന്നില്ല. ഞാൻ സ്ട്രാറ്റജിയുടെ കാര്യം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോ സംഭവം സക്സസ് ആയിട്ടുണ്ട്. സക്സസ് ആയി ഞാൻ ഇന്നലെ പറഞ്ഞു, വേറെ ആരോട് പറഞ്ഞ പോലെ തന്നെ സക്സസ് ആവുള്ള കാര്യം എന്താണ്? ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റജി അല്ല. ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ആയിട്ടില്ല ഇവിടെ കേട്ടോ. നമ്മുടെ കേട്ടോ. ഓക്കെ. ഞാനത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രവീൺ എന്ന് എടുത്തിട്ടുണ്ട്. പ്രവീൺ ഇന്നലെ എടുത്ത അജയ് ഘോഷ്. അജയ് ഘോഷ് ഒരെണ്ണല്ല കേട്ടോ, 2-3 അതുപോലെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ കൊണ്ടുവരുവാണ്. ഡെറിൻ, ഇതെന്താ സംഭവം? ഞാനത് ഹയറിന്റെ നോക്കിയതായിരുന്നു. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും നല്ല സ്ട്രോങ് മൂവ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ അതിൽ കൊണ്ടുപോയി തല വെക്കണ്ട. മനസ്സിലായോ? പിന്നെ വേറെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുന്ന് നമുക്കൊരു സ്ട്രക്ചർ മോളിക്ക് ചേഞ്ച് തന്നില്ലേ? തന്നു. അങ്ങനെ സ്ട്രക്ചർ ചേഞ്ച് തന്നിട്ട് പിന്നെ നമ്മൾ എന്തിനാ അതിലേക്ക് വെക്കുന്നത്? ഒരു മേജർ സ്ട്രക്ചർ അല്ലേ, ചെറുതല്ലല്ലോ. നോക്കിയാ ഇതിന്റെ ലോ അല്ലത്, അല്ല ഹൈ അല്ലത്. ഇതിന്റെ ഹൈ അല്ലത് അല്ലെ, ചെറുതല്ലല്ലോ. ഇതുപോലെ ചെറുതല്ലല്ലോ. ഇതിന്റെ ഹൈ അല്ലത്. ഇത് ഹൈ തന്നു, 1 തന്നു, രണ്ടാമത്തെ തന്നു, എന്നിട്ടാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ താഴത്ത് മോളിക്ക് പിടിക്കേണ്ട കാര്യമാണത്. മുളന്ന് താഴത്തേക്ക് പിടിച്ചത് മാത്രം. മറ്റേ 50 മിനിറ്റ്സിന്റെ സാർ അവിടുന്ന് നമ്മുടെ ട്രേഡ് പഞ്ച് ചെയ്ത ആ ഒരു ലെവലിലേക്ക് ഞാൻ നോക്കിയതായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടെ മേളിൽ പോയിട്ടാണ് 50 മിനിറ്റ്സിൽ അല്ല, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? പറഞ്ഞു, മനസ്സിലായി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ അത് എനിക്കറിയാം, കുറച്ചു പേർക്ക് ചിലപ്പോ പുകയാവും ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്. പുകയായവരൊക്കെ പുകയായിട്ടിരിക്കും. നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ആ സമയത്ത് നമുക്ക് മനസ്സിലായല്ലോ അല്ലെ? ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാനത് പറയേണ്ടത് പറഞ്ഞതെന്നുള്ളത്. കാരണം വെച്ചാൽ ഓൾറെഡി താഴ്ന്ന ഒരു സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്തതാണ്. പിന്നെ അത് 50 മിനിറ്റ്സിന്റെ ഒരു ഇന്റർചേഞ്ച് കൂടിയാണ്. ഇനി ആരതാണ്? അൻവർ അതേ കാര്യം ചെയ്തിട്ടുണ്ടല്ലോ. അൻവറും ചെയ്തില്ലേ? എന്താണ് സെയിം? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അൻവറോട്. എന്താണ് അൻവർ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്താണ് അല്ലേ? ഞാൻ വേറെ ആരോട് പറയുന്ന കാര്യം ഞാൻ ഇവരോട് പറയണ്ട. കാരണം 1, 2, 3ാമത്തെ റെസിസ്റ്റൻസിൽ വരികയാണ്. വിട്ട് കളയാതെ. അതിന്റെ ഇടയിൽ റെസിസ്റ്റൻസ് അല്ല, സപ്പോർട്ടിൽ വരികയാണ്. പിന്നെ നോക്കിയാൽ കാണാൻ ഇവിടെ മൈനസ് സ്ട്രക്ചറുകൾ 2 തന്നും ചെയ്തു ഇല്ലേ? മൈനസ് സ്ട്രക്ചറുകൾ 2 തന്നു ചെയ്തു. അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ തന്നെ മിസ്റ്റേക്ക്. ഇത് ഞാൻ ടെറിന്റെയിൽ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അൻവറിന്റെയിൽ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. കണ്ടില്ലേ? അപ്പൊ അത് നോക്കുക. മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മോളിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് പോകും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ പറഞ്ഞു തന്നില്ലേ? എവിടുന്നാ വന്ന മാർക്കറ്റ്? ഇതിന്നാ വന്ന് നോക്കിക്കോളൂ. ഇതിന്നാ വന്ന് ഞാൻ നോക്കിയാ ഇവിടുന്ന് വന്ന് മാർക്കറ്റ് വന്ന് ഏറ്റവും മുകളിലേക്ക് പോകും. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിലേക്ക് പോയിട്ടാണ് വരുള്ളത് കേട്ടോ. ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് അൻവറിനെയൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന ആളാണ്. ക്ലിയർ ആണ്. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ വേറെ ഒന്ന്, ഞാൻ ഇന്നലെ ശരത്തിനോട് പറഞ്ഞ പോലെ നോക്കിയ റിസ്ക് റിവാർഡ് നോക്കിയേ. എന്തിന് ഇത്രയും വലിയ റിസ്ക് റിവാർഡ്? അല്ല, ഇത്രയും ചെറിയ റിസ്ക് റിവാർഡ്. അതിനുള്ള ട്രെൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ. അജയ് ഘോഷിന്റെ ഒക്കെ വന്നിരിക്കുന്ന അജയ് ഘോഷ് എന്താ ചെയ്തിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ തലയിരിച്ചെടുത്തിരുന്ന അതാണ്.
അഗേൻസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രവീൺ എന്ത് ചെയ്തു, ആദ്യം ഒരു പ്രാവശ്യം ഇതടിച്ചപ്പോ തിരിച്ചെടുത്തോ പ്രവീൺ? അത് പ്രവീൺ SL അടിച്ചപ്പോ തിരിച്ചെടുത്തു അല്ലേ? അല്ലെ, SL അടിച്ചപ്പോ തിരിച്ചെടുത്താന്നുണ്ടല്ലോ. അത്യാവശ്യം ഇത് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? എവിടെയും കിട്ടിയില്ല. ഇതൊക്കെയാണ് അത്യാവശ്യം പെർഫെക്റ്റ് ട്രേഡ് എന്ന് പറയുന്നത്. കാരണം കറക്റ്റായിട്ട് അറിയാം. ഒന്ന് നമുക്കിവിടെ ബ്രേക്ക് ചെയ്ത് വന്നിട്ട് കറക്റ്റ് ബ്രേക്ക് ചെയ്ത് വന്നു. പിന്നെ അത് വരുന്ന സമയത്ത് ഇതാണ് വന്നത്. രണ്ടാമത്തെ റീടെസ്റ്റ് വരുന്ന സമയത്ത് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, ഇത്ര 4 പോയിന്റ് സംതിങ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? ഇതൊരു നല്ല ട്രേഡ് ആണിത്. ട്രെൻഡിന് അനുകൂലമായിട്ട് വരുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ലോസിന്റെ അടുത്തേക്ക് വന്നാലും നമുക്ക് കാര്യമായിട്ട് പേടിക്കണ്ട. താഴത്തേക്ക് ഇറങ്ങി വരുന്നുള്ള രീതിയിൽ നിൽക്കാം. ട്രെൻഡിന് അഗേൻസ്റ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരിക. നമുക്ക് കറക്റ്റ് മൂവ്മെന്റ് കിട്ടണം, ക്വിക്ക് മൂവ്മെന്റ് കിട്ടണം. ക്വിക്ക് മൂവ്മെന്റ് കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് എവിടെയെങ്കിലും തിരിഞ്ഞ് നമ്മൾ കയറി സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇത് പ്രവീണിന്റെ അടുത്ത് നല്ലൊരു ട്രേഡാണ്. ഇപ്പൊ ഇവിടെ കിട്ടി, നമുക്ക് ഒന്നാമത്തെ കിട്ടി. അത് വന്ന് ആക്ച്വലി വർക്ക് ചെയ്ത് ഇവിടെയാണ്, ഇതിലാണ് വർക്ക് ചെയ്ത്. രണ്ടാമത്തെ കിട്ടി, ഐ മീൻ ഒന്ന് കിട്ടി, 2 കിട്ടി, മൂന്നാമത്തെയാണ് കേട്ടോ അത്. സോറി, ഇത് മൂന്നാമത്തെയാണ്. 1 ഇവിടെ, 2 ഇവിടെ, 3 ഇത് മൂന്നാമത്തേത്. വർക്കായിട്ടുണ്ട്, കാര്യം വർക്കായിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. കാരണം നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഷാജഹാൻ ഉണ്ടല്ലോ അല്ലെ അവിടെ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇനിയിപ്പോ എല്ലാവരോടും കൂടി ഒന്നുകൂടി പറയണം. എന്താണ് സംഭവം? അഗേൻസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞത് ഇതല്ല ട്രെൻഡ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ഇത് പോയി പറയാൻ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ഇത് പുൾ ബാക്ക് ലെഗ് ആണ് അല്ലെ? എല്ലാവരോടും കൂടിയാണ് പറയുന്നത് കേട്ടോ. ഡെറിൻ, പ്രവീൺ, അതുപോലെ ഷാജഹാൻ, എല്ലാവരോടും കൂടിയാണ്. ഇത് പുൾ ബാക്ക് ലെഗ് ആണ് അല്ലെ? ഐ മീൻ ഇമ്പോർട്ടന്റ് ആയ 2 റെസിസ്റ്റൻസും സപ്പോർട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ ഷാജഹാൻ? നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതില് ഫസ്റ്റ് ഇതാണ്. ഒന്ന് ഇതാണ് എക്സ്ട്രീം ലെവലിലാണ്, ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഇതെന്താണ്, അതിന്റെ തൊട്ട് താഴെയുള്ളതാണ്. അതിലാണ് വന്നിട്ട് റിജക്ഷൻ കിട്ടിയത്. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എടുക്കണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞാലും എടുക്കണ്ടാവും. അത് വിട്ടുകളയാം കേട്ടോ, വിട്ടുകളയാം. നമ്മൾ അതിനു വേണ്ടി എടുക്കാൻ ശ്രദ്ധിക്കരുത് കേട്ടോ, എടുക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു പുൾ ബാക്ക് ആണ്. ആക്ച്വൽ ട്രെൻഡ് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നുണ്ട്, നല്ല രീതിയിൽ താഴത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇത്ര ഞാൻ പിക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ കൂടുതൽ പിക്ക് ചെയ്യുന്നില്ല. കാരണം കൂടുതൽ അത്യാവശ്യം ട്രേഡ് കിട്ടിയിട്ടുണ്ട്, ട്രേഡ് എടുത്തിട്ടുണ്ട്.